നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സാങ്കേതിക തകരാർ മൂലം പറന്നുയർന്ന വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ടി വരാറുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത അടിയന്തര ലാൻഡിംഗ് നടത്തുന്നത് അടുത്തിടെയായി ഇത്തരത്തിൽ പതിവാകുന്നുമുണ്ട്. എന്നാൽ ചില സുരക്ഷാ കാരണങ്ങളാൽ വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ടി വരുന്ന സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒരു അജ്ഞാതനെ തപ്പിയാണ് ഇത്തരത്തിൽ പറന്നുയർന്ന വിമാനങ്ങളെ തിരികെ വിളിച്ച് പരിശോധന നടത്തുന്നതെന്നാണ് വിവരം. അതും അമേരിക്കൻ അധികൃതരുടെ അഭ്യർത്ഥനയെ അടിസ്ഥാനമാക്കിയാണ് പറന്നുയർന്ന വിമാനങ്ങളെ തിരികെ വിളിച്ച് നിലത്തിറക്കിയതെന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഗ്രീക്ക് തലസ്ഥാനമായ ഏഥൻസിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പറന്നുയർന്ന വിമാനം ചില സുരക്ഷാ കാരണങ്ങളാൽ തിരികെ വിളിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ആരാണ് ആ അജ്ഞാത വ്യക്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടന്നതെന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർത്താ മാധ്യമം വെളിപ്പെടുത്തുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കൻ അധികൃതർ ഗ്രീക്ക് പോലീസിന് കൈമാറുകയായിരുന്നു എന്ന് പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂയോർക്ക് വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള പോർട്ട് അതോറിറ്റിയും എമിറേറ്റ്സും ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇത് എയർലൈനിനെയും ഗ്രീക്ക് അധികൃതരെയും സംബന്ധിക്കുന്ന വിഷയമാണെന്നായിരുന്നു ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ലഭിച്ചത്. ന്യൂയോർക്കിലേക്കുള്ള വിമാനം ഏഥൻസ് വിമാനത്താവളത്തിൽ തന്നെ പിടിച്ചിട്ടിരിക്കുകയാണ്. യാത്രക്കാരെയെല്ലാം സുരക്ഷിതരായി ഇറക്കിയിട്ടുണ്ട്. ന്യൂയോർക്കിലേക്ക് പോകേണ്ട ബോയിങ് 777 വിമാനം കൃത്യസമയത്ത് തന്നെ വൈകിട്ട് 5:20 ഏഥൻസിൽ നിന്നും പറന്നുയർന്നിരുന്നു. വിമാനം സാർഡീനിയയ്ക്ക് മുകളിൽ എത്തിയപ്പോഴായിരുന്നു തിരിച്ചു വരാനുള്ള നിർദ്ദേശം പൈലറ്റിന് ലഭിക്കുന്നത്. അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ അടിയന്തര സേവന വിഭാഗവും സുസജ്ജമായി നിലയുറപ്പിച്ചു. വിമാനം സാർഡീനിയയ്ക്ക് മേൽ നിരവധി തവണ വട്ടമിട്ട് പറക്കുകയായിരുന്നു. ഇറ്റലിയിലോ ഫ്രാൻസിലോ വിമാനമിറക്കി മറ്റൊരു മാർഗത്തിലൂടെ ചുറ്റിത്തിരിഞ്ഞ് പോകാനായിരുന്നു പൈലറ്റ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇറ്റലിയും ഫ്രാൻസും വിമാനമിറക്കാനുള്ള അനുമതി നിഷേധിച്ചു എന്നാണ് അറിയുന്നത്. വിമാനം തിരികെ ഗ്രീസിന്റെ വ്യോമാതിർത്തി കടന്നതു മുതൽ 2 ഗ്രീക്ക് F-16 ഫൈറ്റർ വിമാനങ്ങൾ അതിന് അകമ്പടി സേവിച്ചിരുന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അതിന് പിന്നാലെ ദുബായിലേക്ക് പോകേണ്ട മറ്റൊരു എമിറേറ്റ്സ് ഫ്ലൈറ്റിനും ഏഥൻസിലെ എലെഫ്തെരിയോസ് വെസിസെലോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരാനുള്ള അനുമതി നിഷേധിച്ചു. ദുബായിലേക്കുള്ള വിമാനം റൺവേയിൽ നീങ്ങാൻ തുടങ്ങിയതിനു ശേഷമായിരുന്നു ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്നും വിമാനം ഗേറ്റിലേക്ക് തിരികെ പോവുകയാണെന്നുമുള്ള ക്യാപ്റ്റന്റെ അറിയിപ്പ് വന്നത്. വിമാനത്തിൽ നിന്നും ഇറങ്ങിയ യാത്രക്കാരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷമാണ് വീണ്ടും വിമാനത്തിൽ കയറാൻ അനുവദിച്ചത്. മണിക്കൂറുകൾ വൈകി വിമാനം യാത്ര തുടരുകയും ചെയ്തു. എന്നാൽ എന്തിനാണ് ചെക്കിംഗ് പൂർത്തിയാക്കി പറന്ന വിമാനം ഇത്തരത്തിൽ തിരിച്ചിറക്കുന്നത്? ഏത് അജ്ഞാത വ്യക്തിക്കായാണ് ഈ പരിശോധന എന്നെല്ലാം ദുരൂഹമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.